റബ്ബേ, എത്ര കാലമായി എൻ്റെ മോനെ കിടപ്പ് കിടക്കണം. റബ്ബേ, അവന് വേണ്ടി എത്ര നാളായി ഞാൻ തുകയിറക്കണം. അവനൊന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കണം കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി. എന്നെ എൻ്റെ മോനെയും അനുഗ്രഹിക്കണേ അല്ലാ. ഹലോ, എടാ ഞാനേ എയർപോർട്ടിലേക്ക് പോണ വഴിയാണ്. വഴിയിൽ വണ്ടി ഓഫായിപ്പോയി, സ്റ്റാർട്ടാവണില്ല. ഞാൻ ഹൈവേ കയറാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഊടുവഴിക്ക് പോകുന്നതാണ്. വണ്ടി ഇടയ്ക്കൊന്ന് വെച്ച് ഓഫായിട്ട് സ്റ്റാർട്ടാവണില്ല. ഞാൻ ഒരു 10 കിലോമീറ്റർ പോന്നു. ഒരു ഊടുവഴിക്ക് കയറി പോകുന്നതാണ് ഞാൻ. ഇതിപ്പോൾ സ്ഥലം എവിടെയാണ്? ഹലോ ഹലോ, ഓ ബാറ്ററി തീർന്നല്ല, ഓഫായി പോയല്ല. വാപ്പ ഇന്നലെ രാജേഷ് വന്നിരുന്നു. രാജേഷ് ഡോക്ടറെ കാര്യം പറഞ്ഞു. ഡോക്ടർ സനൽകുമാർ എന്നാണ് അയാളെ പേര്. അയാൾ എപ്പോഴും വിദേശത്താണ് ഉണ്ടാവണത്. നല്ല കാശ് വേണം. കാശ് ഉണ്ടായിട്ടും കാര്യമില്ല, അയാളെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് വാപ്പ, ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറുമെന്ന്. നിനക്കറിയാല്ല, പാപ്പി കടലിൽ പോയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കടലിലോട്ട് മീനുമില്ല. എനിക്കും പഠിച്ചോനും മാത്രം അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളും നിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട്. നീ വിഷമിക്കാണ്ടിരിക്കുക, പഠിച്ചോനെ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. പഠിച്ചോനെ നിൻ്റെ മുന്നിൽ നീട്ടണ കൈ പടപ്പുള്ള മുന്നിൽ നീട്ടിക്കല്ലേ ചേട്ടാ. പഠിച്ചോനെ ചേട്ടാ, ചേട്ടോയ്, ഓ ആരുമില്ലേ? ആ ഉണ്ട്. ആരാണ്? ഞാനേ എൻ്റെ വണ്ടി ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആ, അപ്പോൾ വർക്ക്ഷോപ്പിൽ വിളിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഫോൺ ബാറ്ററി തീർന്നു. സാധാരണ രീതിയിൽ ഞാൻ ഒരു യാത്ര പോകുമ്പോൾ പവർ ബാങ്കും ചാർജറും എല്ലാം എടുക്കണതാണ്. ഇന്നിപ്പോൾ എല്ലാം മറന്നുപോയി ഞാൻ. അപ്പോൾ ഇതൊന്നും എനിക്ക് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണം. അതിനെന്താ മോനെ ഇങ്ങോട്ട് കയറിക്കോ. ഇതൊന്ന് കുത്തിവെച്ചാൽ മതി ചാർജ്. വേണ്ട മോനെ ഇങ്ങോട്ട് കയറിക്കോ. അതെ, പുറത്ത് നല്ല ചൂടല്ലേ. അയ്യോ ചെരുപ്പൊന്നും ഊരണ്ട മോനെ, ഇങ്ങോട്ട് കയറിക്കോ. അല്ല അത് കുഴപ്പമില്ല. അല്ലാ, മോൻ വരുമ്പോ ഞാൻ നിസ്കരിക്കായിരുന്നു. മോനൊരു കാര്യം ചെയ്യ്, ഇതിവിടെ കുത്തിക്കോ. ചാർജർ പഴയതാണ്, അവൻ്റെതായിരുന്നു. മൊബൈലൊക്കെ പോയി. ഇത് പറ്റുമോ നോക്കിയേ. ഇത് കുഴപ്പമില്ല, സി ടൈപ്പാണ്. ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതാരാ? എന്ത് പറ്റിയാണ്? ഇതെൻ്റെ മോനാ. എന്ത് പറ്റി? കുറേ നാളായിട്ടിങ്ങനെ ഒരു പനി വന്നതാ. പിന്നെ ഒരു ഭാഗം അങ്ങോട്ട് തളർന്നു. ഇപ്പം കാണിക്കാത്ത ഡോക്ടർമാരില്ല. എല്ലാവരും പറയും കുറച്ച് കഴിയുമ്പോൾ മാറും. എത്ര നാളായി എൻ്റെ മോനി കിടപ്പ് കിടക്കുന്നത്. ഇപ്പോൾ അവനൊരു ഡോക്ടർ പേര് പറഞ്ഞു, ഡോക്ടർ സനൽകുമാർ എന്നൊക്കെയാണ്. ആള് ഫുൾ ടൈം വിദേശത്താ. എപ്പോഴാണ് നാട്ടിലുണ്ടാവുന്നതെന്ന് അറിഞ്ഞൂടാ. ആളെ കാണിച്ച മാറുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. എനിക്കറിയില്ല, നല്ല കാശുമാണ്. ഞാൻ ഈ കടപ്പുറത്ത് പണിക്ക് പോയിട്ട് എങ്ങനെ കാശൊക്കെ ഒപ്പിക്കും. എല്ലാം അച്ചുട്ട. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അയാൾക്ക് പെട്ടെന്ന് അവിടെ പോകേണ്ടതാണ്.
നീ ഒന്ന് വന്ന് നോക്ക്. വേഗം വരില്ലേ? പെട്ടെന്ന് വരണം. ആ ആ അതേ, വർക്ക്ഷോപ്പിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മുടെ പയ്യന. അവനിപ്പോൾ വരും. അതുവരെ അതൊന്ന് ചാർജ് ആയിക്കോട്ടെ ഏട്ടാ. ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൻ്റെ കണ്ണും കൈയൊക്കെ പിടിച്ച് നോക്കണുണ്ട്. മോന് എന്താ ജോലി? ഇക്ക നേരത്തെ പറഞ്ഞില്ലേ ഈ മോനെ ചികിത്സിച്ചാൽ ഭേദാക്കാൻ പറ്റുമെന്ന്, ഒരു ഡോക്ടറുടെ കാര്യം. ആ ഡോക്ടർ ഞാനാണ്, ഡോക്ടർ സനൽകുമാർ. പടച്ചോനെ, ഞാൻ എന്താ കേട്ടത്? ആരെ നീ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നിരിക്കണേ? അല്ലാ, എന്താ അത്ഭുതമാണ് നീ കാണിച്ചത്. എന്റെ പ്രാർത്ഥന നീ കേട്ട്. ഡോക്ടറെ, എനിക്കുള്ള ഈ 4 സെന്റും പേര് വിറ്റിട്ടായാലും ഞാൻ കാശ് തരാം. എന്റെ മോനെ ഡോക്ടർ രക്ഷിക്കും. എന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം ഞാൻ മരിക്കണേനകത്ത് അവനൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് എനിക്ക് കാണും. സഹായിക്കണം ഡോക്ടർ. ഈ പ്രോപ്പർട്ടി ഒന്നും വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഹൈവേ കൂടെ പോകേണ്ട ഞാനാണ് ഈ ബൈ റോഡ് കയറി വന്നത്. അതൊക്കെ ഒരു നിമിത്തവും ഇവിടെ വെച്ച് വണ്ടി കേടാവാനും ഈ വീട്ടിൽ കയറി വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതൊക്കെ ദൈവത്തിൻ്റെ നിയോഗമാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ എത്തിയത്. ഈ മോൻ്റെ ചികിത്സ നമുക്ക് എത്രയും വേഗം നടത്തി അവന് ഭേദമാക്കാം. നിങ്ങൾ പറഞ്ഞു നിൽക്കണ്ട, എനിക്ക് 1 രൂപ തരികയും വേണ്ട. ദൈവത്തിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എത്രയും വേഗം നമ്മൾ ഇങ്ങനെ നടത്തും. സന്തോഷമായില്ലേ? അല്ലാ,